ഞാൻ ഇറങ്ങുകയാണേ. ആ ഇതാരുടെ വണ്ടിയാടാ? അവിടുത്തെ എങ്ങോട്ടാ പൊതിയൊക്കെ ആയിട്ട്? ഓ, ഇത് ഇത്തിരി എണ്ണയും കുഴമ്പുവാടാ. അവനോട് പറഞ്ഞ എന്നും അങ്ങ് സിനിമയല്ലയോ. അങ്ങേർക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ലെന്നാ തോന്നുന്നു. ഈ അറ്റാക്ക് അങ്ങനെ പൊടുന്നതിന് വരൂടാ. മുതുകുവേദനയും കൈതരിപ്പൊക്കെ നേരത്തെ അറിയുന്നല്ലേ? സാർ അത്യാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നേ. ആ അങ്ങനെയാണെങ്കിൽ അറിയാൻ ഒക്കത്തില്ല. എടാ ഞാൻ കഴിയണോ? ഓ വേണ്ട, നീ പോലും കഴിച്ചിട്ട് ഉറങ്ങി. അവന് ചോറെടുത്ത് വെക്ക്, ഞാൻ പോവാ. ആ താക്കോലിങ്ങടാ, കഴുകിയിട്ടേക്കാം. ആ കൊച്ചിൻ്റെ കൂടെ ആരുണ്ട് ആശുപത്രിയിൽ? ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഏട്ടാ, ഏത് ട്രൂപ്പിന്റെ ലെറ്റേഴ്സ് ഇൻവിറ്റേഷൻസ് ഒക്കെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. നീ വാ, വന്ന് കഴിക്കും. ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടൂടാ? ഇതിന് ഒരു 10-12 കിട്ട് വരും. ഒന്ന് കഴുകിയിട്ടേരാ. അത് ശരി. ഞങ്ങളുടെ ട്രൂപ്പായ കൊച്ചും കലാനിധി. ഏട്ടാ വാ കഴിക്കാം. ഇത് ഏട്ടൻ്റെ ആണെന്ന് ചോദിക്കാൻ പറഞ്ഞു വലിയേട്ടൻ. നാഷണൽ ഫിലിം അവാർഡ്സ്. ശോഭി, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയേ? എടാ, ഇത് കാറിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അത് കഴിയുമ്പോൾ ഞാനിതിൽ സിനിമ എന്നൊക്കെ കണ്ടപ്പോൾ അതിന്റെ ഡാഷ്ബോർഡിൽ വെച്ചിരുന്നു. എന്താ മോനെ, വല്ല കാര്യമുള്ള കടലാസമാണോ? എന്താ കൃഷ്ണനുണ്ണി ഇത്? ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തത്? പോലീസ് ചെക്ക് ചെയ്ത കാര്യമൊന്നും അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹലോ. എന്തായി ആർ സി, എനി ചാൻസ്? ഞാൻ രഘുവിന് കൊടുക്കാം. പ്രകാശേ, പറയാൻ വിഷമമുണ്ട്. ഞാൻ ചൗധരിയെ കൊണ്ട് 3-4 ഒഫീഷ്യൽസിനെ വിളിച്ച് ക്രോസ് വെരിഫൈ ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയെങ്കിലും മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരാരും ആ സിനിമ കണ്ടിട്ട് പോലും ഇല്ല പ്രകാശ്. എടോ, ഈ പ്രൊഡ്യൂസർ സൈൻ ചെയ്ത അഫിഡവിറ്റ് അത് മിസ്സാവാന്ന് പറഞ്ഞ് ഈ കാര്യം ഇപ്പോൾ മോഹനോട് എങ്ങനെ അവതരിപ്പിക്കും? അതിനെക്കുറിച്ച് ആലോചിക്കും. ഐസിയുവിന്റെ പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ലാതെ തിരിച്ചു വന്നില്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? എനിക്കൊന്നുമില്ലടി. ഈ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നു എന്തോ വലിയ അസുഖമാണ്. ഒന്നുമില്ല, ഡ്രിപ്പ് കയറ്റാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സൂചി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്? പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ലെന്നേ. ഐ എം ഓൾ റൈറ്റ്. ഒന്നുമില്ല മോളെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ICUലാക്കുവേ. അവൾ എന്നെ ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ലല്ലോ ഡോക്ടറെ. അതിൻ്റെ ഒന്നുമില്ല മോളെ, കാര്യം കേട്ടോ. അതെ, മറ്റന്നാളാണ് ബൈപ്പാസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. യാതൊരു രീതിയിലും ടെൻഷൻ കൊടുക്കരുത്. ഇനി ആരെത്ര വലിയ ടെൻഷൻ തന്നാലും എനിക്ക് ഏക്കില്ല ഡോക്ടറെ. എൻ്റെ ഉള്ളിൽ നിറച്ച് സന്തോഷമാണ്. നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമല്ലേ, അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം. ഇവൻ എത്ര കിടന്ന് ഓടിയതാ, ഏതായാലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല, അല്ലടാ? നഴ്സുമാർ പറയായിരുന്നു സെഡേഷനിൽ പോലും അവാർഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. എന്താ നിങ്ങളൊക്കെ വല്ലാതിരിക്കുന്നത്? കൃഷ്ണനുണ്ണി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും എന്നോട് പറ. ചെറിയൊരു എന്താ കൃഷ്ണനുണ്ണി, ചെറിയൊരു അവാർഡിലൊക്കെ എന്തിരിക്കുന്നു? ഹെൽത്ത് അല്ലേ പ്രധാനം, അല്ലേ? അല്ല,
എനിക്കിപ്പോൾ അങ്ങനെയല്ല. ജീവിതത്തിൽ എനിക്ക് സിനിമ കഴിഞ്ഞ വേറെ എന്തും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് അത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് കഴിച്ചു കൂട്ടിയത്. അങ്ങനെയുള്ള എനിക്ക് ദൈവം അറിഞ്ഞു തന്നതായി ഈ ക്യാരക്ടർ. അതിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇത്. എനിക്കിപ്പോൾ അതാ പ്രധാനം. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതൊരു അതിമോഹമായിട്ട് തോന്നാം. എനിക്കങ്ങനെയല്ല. ആ അച്ഛാ, എന്താടാ? റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കാര്യം പറഞ്ഞോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? അച്ഛാ, ഞാൻ നല്ലതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ അവസാന നിമിഷം ഒരു കുഴപ്പമായിട്ട് മാറുക. ആ, നീ ഇപ്പോൾ അതും ഇതും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, അമ്മായി ഇവിടെ ഉണ്ട്, ഞാൻ അമ്മായി കൊടുക്കാം. ദാ, ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ തന്നെ പുള്ളിയോടെല്ലാം പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അയ്യോ, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഹാർട്ട് ഓപ്പറേഷനുള്ള ആളാ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. വേറൊരാളിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്ക്. ഒരു വഴി തെളിയും, തെളിയാതിരിക്കത്തില്ല. ഞാനാ പറയുന്നത്. ഈ ICUവിൽ കിടക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. നടുക്കടലിൽ പെട്ട പോലെ. TV ഇല്ല, ന്യൂസും ഇല്ല, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ എന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത്? ഡോക്ടർ വേറെ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ? അച്ഛ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടല്ലേ. അച്ഛനിവിടെ ആശുപത്രിയിലാണ്. അതിൻ്റെതായ സങ്കടം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ആ സങ്കടം വേണ്ടെന്നേ അച്ഛൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കുള്ളത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാലും. ദേ പ്രകാശേട്ടാ, തമാശ കളിക്കല്ലേ. പ്രയാസം ഉണ്ടാക്കുന്നൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സാർ, ഞാനൊരു വഴി പറയട്ടെ. ഓരോന്നിങ്ങനെ കാട് കയറി ആലോചിച്ചപ്പോൾ തോന്നിയാ. സ്ത്രീയോട് പറഞ്ഞപ്പം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയടൂ. അതായത് അവാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻ സാർ എങ്ങനെ അറിയുന്നു? റൂമിൽ TV അല്ലേ ഉള്ളത്, ന്യൂസിലൂടെ അറിയും. ആ TV കാണിക്കുന്ന ന്യൂസ് നമ്മളുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെ? മോഹൻ സാറിനാണ് അവാർഡ് എന്ന് പറയുന്ന പോലൊരു ന്യൂസ്. അത് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയ, എന്നിട്ടത് സാറിൻ്റെ റൂമിൽ TV കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയ. മണ്ടത്തരം പറയാതെ കൃഷ്ണനുണ്ണി, ഇതാണ് ഐഡിയ. ശരി, ഇനിയിപ്പോൾ അങ്ങനെ കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അയാൾ അത് വിശ്വസിച്ചു എന്നും ഇരിക്കട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് സത്യം മനസ്സിലാക്കത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അല്ല, അപ്പോഴേക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സാർ ഓക്കെ ആയിട്ടുണ്ടാവില്ലേ? എന്ന് പറഞ്ഞാ അല്ല, ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പേ ഇത് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം സാറേ, എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം. മതി. ഇനി കൂടുതൽ ഐഡിയ ഒന്നും ആരും പറയണ്ട. എന്തിന്റെ പേരിലായാലും അയാളെ കബളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാർ, അയാൾക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും, എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം. പ്രകാശേട്ടാ, നാളെ കഴിഞ്ഞ് സർജറിയാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. സാറേ, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് സാറേ. എൻ്റെ കൂടെ ശ്രദ്ധ കുറവാണ്. മോഹൻ സാർ സന്തോഷമായിട്ട് ഓപ്പറേഷൻ പോട്ടെ. ബാക്കിയെല്ലാം നമുക്ക് വഴി നടത്തി വെച്ച് കാണാം. സർ പ്ലീസ്. ഹലോ, ഞാൻ കൃഷ്ണനുണ്ണിയാ. എന്തായി കാര്യങ്ങൾ? ബ്രദറെ, വല്ലാത്തൊരു കുറ്റബോധം. ഒരാളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. കുറ്റബോധമൊന്നും വേണ്ട, ഉദ്ദേശം നല്ലതല്ലേ. ചെറിയൊരു തെറ്റുകൊണ്ട് മറ്റാർക്കെങ്കിലും നല്ലത് വരികയാണെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ അതൊന്നും തെറ്റല്ലടോ. ശരിയെന്നാ, താൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കുക. ഓ ശരി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ചേരുന്നു.
ഒരു ജൂറി ബോർഡ് അംഗം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ മത്സരിക്കാനെത്തിയ ചിത്രങ്ങളിൽ അത്ഭുതപ്പെടുത്തിയത് അൺകൺവെൻഷനലായ സിനിമകളും പ്രകടനങ്ങളുമായിരുന്നുവെന്നാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കേട്ട അറിയില്ല. ഏറ്റവും സ്വീകാര്യ ഹലോ, ആഘോഷാണ്, ആഘോഷ് മേനോൻ, യങ് സൂപ്പർ സ്റ്റാർ. സാർ പറയൂ. അച്ഛന് സർജറി നാളെയല്ലേ? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സാറിന് സംസാരിക്കാവുന്നൊരു കണ്ടീഷൻ ആണല്ലോ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അല്ല ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അല്ല, കല്യാണം കഴിച്ചാൽ കൊള്ളാതുണ്ട്. അപ്പൊ എന്താണ് കുട്ടിയുടെ അഭിപ്രായം? എന്താണ്? അതിനാണ് ഇപ്പൊ ആശുപത്രിയിലേക്ക് വരുന്നത്. അടുത്ത ആഴ്ച എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് ഒരു തീർപ്പൊക്കെ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം. പിന്നെ സർജറി കഴിഞ്ഞല്ലേ, ഒരു 2 മാസമൊക്കെ എടുക്കും ആളൊന്ന് റിക്കവറായി സംസാരിക്കാനൊക്കെ. സാർ ഇപ്പൊ പറഞ്ഞ അതേ കാരണം കൊണ്ട് തന്നെ അച്ഛൻ ഇന്ന് രാവിലെ എന്നെ കല്യാണം ഉറപ്പിച്ചേ ഉള്ളൂ. ഓ മൈ ഗോഡ്. അല്ല, എന്ത് പറ്റി കുട്ടി പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്? അച്ഛന് പെട്ടെന്ന് എന്തോ അങ്ങനെ തോന്നി. ഇവിടെ വണ്ടി സൈഡാക്കടോ. എന്താ? ഹലോ, ഇവിടെ പറഞ്ഞാണ് കുട്ടി. ഞാൻ ഒരു വട്ടം കൂടി പറയാം, കുട്ടിക്ക് നഷ്ടമാവുന്നത് ഒരു വർണ്ണശബളമായിട്ടുള്ള ജീവിതമായിരിക്കും. വലിയ വീടും ഒരുപാട് കാറും ഒരുപാട് സ്റ്റാർഡും അവാർഡ് നൈറ്റൊക്കെ ഉള്ള ഒരു ഗംഭീര ഇടിവെട്ട് ജീവിതമായിരിക്കും. ഒന്നുകൂടി ആലോചിച്ച് നോക്കണോ? ഒരവസരം കൂടി ഞാൻ തരാം കുട്ടി. എന്താ അച്ഛാ? ഹലോ. അതെ, അച്ഛൻ വിളിക്കുന്നു, ഞാൻ വെക്കാണേ. ഞാൻ വെറുതെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി. പണി പാളിയല്ലേ സാർ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വണ്ടി എടുക്കണോ? മാഡം, ഡോക്ടർ രഘുവിനോട് എപ്പോൾ വരാൻ പറയണം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു. ഡോക്ടറെ, ഒരു ഗ്യാപ്പ് തരണം. അത് ഈ പെൻഡ്രൈവ് ഒന്ന് TV കണക്ട് ചെയ്യാൻ. എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ പോയി എൻ്റെ സർപ്രൈസിങ് എടുത്തുകൊണ്ട് വരാം. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനൊരു പരിഹാരം ഞാൻ റെഡിയാക്കി. ശരി. ഞാൻ പിന്നെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് പയ്യെ എൻ്റർ ചെയ്തോളാം. നീ കയറി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫുൾ ടൈം ഇത് നോക്കി ഇരിപ്പാണല്ലേ? അവാർഡ് ഇപ്പൊ ഡിക്ലെയർ ചെയ്യും, അതുകൊണ്ട് നോക്കിയതാ. അതെ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ടപ്പയെന്ന് അങ്ങ് എടുത്ത് കളയാം. ഒന്ന് തിരിഞ്ഞു കിടന്നേ. സാധാരണ നേഴ്സാണല്ലോ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുക. വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ തന്നെ വന്നത്. ഇതാണോ വേദന കുറവെന്ന് പറഞ്ഞത്? ചാനൽ മാറ്റല്ലേ? റിമോട്ടിൽ കൈതട്ടി വെച്ച ആ ന്യൂസ് ചാനൽ തന്നെ വെക്കാൻ പറ. വേഗം വെക്കാൻ, എനിക്ക് തുടക്കം മുതൽ കേൾക്കണം. ഇനി ഇന്ത്യയൊട്ടാകെ സിനിമാസ്വാദകരും നിരൂപകരും മാധ്യമങ്ങളും ഉറ്റുനോക്കിയ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് दिल्ली प्रेस क्लब निन्नुल्ला तत्समय दृश्यങ്ങൾ। पब्लिक के इतने सारे लोग देखकर बड़ी खुशी होती है और वो भी हर क्षेत्र से, टेलीविजन, पेपर। ആസിയ ആസി എന്താ ഫോൺ എടുക്കാത്തത്? ഞങ്ങളൊക്കെ എത്തി. എവിടെയാ? ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ റൂമിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വാ. ഓക്കെ ഓക്കെ. आपके साथ शेयर करेगा हमारा मेहमान चेयरमैन श्री प्रताप पांडे जी। Thank you, Mr. Prasad. And good evening, ladies and gentlemen. We had a lot of discussions and deliberations, and we have scrutinized all the nominations that you have received, and it gives me immense pleasure to announce the winners. The winners are National Category Best Movie, Ek Raat in Nai India. Best Director Rahul Rao, who directed Ek Raat in Nai India. Best Actress Award goes to Akanksha Bakshi for the movie Rang Rang. The Best Actor Award goes to Mr. Mohan Kumar. Mr. Mohan Kumar is the best Malayalam movie Adigal Akasham. Best പ്ലീസ്, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ. റിലാക്സ്.
കൺഗ്രാചുലേഷൻ സാർ, കൺഗ്രാചുലേഷൻ. ഞാൻ പ്രതീഷ്, ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ. സന്തോഷമായി സാർ. താങ്ക് യു. എടോ പ്രകാശ്, കൺഗ്രാറ്റ്സ് മോൻ, കലക്കി കാണിക്കും. ടെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾ താഴെ റിസപ്ഷനിൽ നിന്ന് TV കാണുമായിരുന്നു. ഹാപ്പി അല്ലേ? രവിട്ടാ, സന്തോഷമായില്ലേ? പറയണ്ട. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ടാട്ടോ എനിക്കിത് കിട്ടിയത്. ദൈവം വലിയവനാ. അതെ അതെ. സാറേ, കൺഗ്രാറ്റുലേഷൻ സാർ. താങ്ക് യു. സന്തോഷമായി. ഇത് മനസ്സിലായില്ലേ? എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സജി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ. സാറിന് അവാർഡ് കിട്ടിയ വാർത്ത ദേ പത്രത്തിലുണ്ട്. സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ? പത്രത്തിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്തല്ലേ ഉള്ളൂ. ഇത് സായന പത്രം. ദേശീയ അവാർഡിന് മോഹൻകുമാർ സാധ്യതാ പട്ടിക. അങ്ങനെയാണ്. സാധ്യതാ പട്ടികയിലോ? അതെ അതെ, അത് തന്നെ. അങ്ങനെ അല്ലല്ലോ. കിട്ടി. നോക്കട്ടെ, ഞാനൊന്ന് കണ്ടോട്ടെ. അല്ലെ നുണയാന്ന് വിചാരിക്കും. കിട്ടിയെന്ന് വിശ്വാസാവട്ടെ. ഇങ്ങത്താ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. അങ്ങനെ കൊടു. ഇതന്നെ സ്ലോ മോഷൻ. മോളാച്ചിന്റെ കണ്ണട ഒന്നും കേട്ടിട്ടില്ല. ഹലോ മിസ്റ്റർ മോഹൻ, കൺഗ്രാചുലേഷൻ. താങ്ക് യു ഡോക്ടർ. അപ്പൊ നാളെ ടെൻഷനൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാലോ അല്ലേ? എനിക്കിനി ഒരു ടെൻഷനും ഇല്ല ഡോക്ടർ. ഡോക്ടറോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് കേട്ടാൽ ചിലപ്പോൾ ഇവരൊന്നും സമ്മതിച്ചൊന്നും വരില്ല. അതുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കണേ. ഞാൻ ഈ ഡോക്ടേഴ്സിനോട് മാത്രം ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. വേറെ ചില ഐഡിയാസ് ഉണ്ട്. മോളും പുറത്തേക്ക് നിന്നോ. നിന്റെ തലയ്ക്കകത്ത പിണ്ണാക്കാണ്. എന്റെ കൈയും കാലും മറച്ചുപോയി. ഞാനൊരു സർപ്രൈസ് കൊടുത്തല്ലേ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അവാർഡ് പ്രഖ്യാപിച്ചിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. നാളത്തെ പത്രം നീ എങ്ങനെ ഇന്ന് കൊണ്ടുവരും? ഇതായിരുന്നു സർപ്രൈസ്. ആ ഡോക്ടർ വന്നത് മഹാഭാഗ്യമായി. ഇങ്ങോട്ടൊരു സർപ്രൈസ്. മാറ്റി വെച്ചേക്ക്.